കേരളത്തിലെ പാകിസ്ഥാൻ ജിന്ന അനുകൂലികൾക്ക് കാരണം രാഷ്ട്രീയ മനോഭാവത്തിന്റെ പ്രശ്നമെന്ന് ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ദേശവിരുദ്ധരെ പാലൂട്ടി വളർത്തുന്ന സമീപനമാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ സ്വീകരിച്ചതെന്നും സുരേന്ദ്രന്റെ വിമർശനം. പാകിസ്ഥാന്റെയും മുഹമ്മദ് അലി ജിന്നയുടെയും അടയാളങ്ങൾ ജനങ്ങൾ തൂത്തെറിയുമെന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു. പാകിസ്ഥാന്റെയും മുഹമ്മദ് അലി ജിന്നയുടെയും പേരിൽ കേരളത്തിലെ തെരുവോരങ്ങളും സ്ഥലങ്ങളും തുടരുന്നതിനെതിരെയാണ് കെ സുരേന്ദ്രന്റെ വിമർശനം. കേരളത്തിലെ പാകിസ്ഥാൻ ജിന്ന അനുകൂലികൾക്ക് കാരണം മാറി മാറി വന്ന ഇടത് വലത് മുന്നണികളാണെന്ന് സുരേന്ദ്രൻ വിമർശിക്കുന്നു. ദേശവിരുദ്ധരെ പാലൂട്ടി വളർത്തുന്ന സമീപനമാണ് ഇരു മുന്നണികളും സ്വീകരിച്ചതെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ പാകിസ്ഥാനോടും ഇന്ത്യ വിഭജനക്കാരനായിട്ടുള്ള മുഹമ്മദ് അലി ജിന്നയോടും അതിന്റെ പിൻഗാമികളോടുമെല്ലാം എടുക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനത്തിന്റെ ഭാഗമാണ്. ഇവിടുത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരായിട്ട് ചിന്തിക്കുന്നവരെ, ഇന്ത്യ വിരുദ്ധരെ, ദേശവിരുദ്ധരെ, വിധ്വംസക ശക്തികളെ പാലൂട്ടി വളർത്തുന്ന ഒരു രാഷ്ട്രീയ മനോഭാവമാണ് കാലാകാലങ്ങളിൽ കേരളത്തിൽ LDFും UDFും തുടരുന്നത്. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് പാകിസ്ഥാന്റെ പേരിൽ ഇവിടെ ടൗണുകൾ, റോഡുകൾ, ജിന്നയുടെ പേരിലുള്ള സ്മാരകങ്ങൾ. ഇതെല്ലാം മറ്റൊരു സംസ്ഥാനത്തും കാണാത്ത ഒരു പ്രതിഭാസമാണ്. ഇന്ത്യ വിരുദ്ധരെയും വിധ്വംസ ശക്തികളെയും പാലൂട്ടി വളർത്തുന്ന സമീപനമാണ് ഇരുമുന്നണികളും സ്വീകരിച്ചത്. സംസ്ഥാനത്തെ ഒട്ടുമിക്ക ജില്ലകളിലും പാകിസ്ഥാന്റെ പേരിൽ സ്ഥലങ്ങളും ജിന്നയുടെ പേരിൽ സ്ട്രീറ്റുകളുമുണ്ട്. ഗൂഗിൾ മാപ്പിലും ആധാരങ്ങളിലും ഇത് പ്രയോഗിക്കാറുമുണ്ട്. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് പോലും 3 പാകിസ്ഥാന്റെ പേരിൽ സ്ഥലപ്പേരുള്ളത്. വിഭജനത്തിന്റെ വേദനകൾ ഒട്ടേറെ അനുഭവിച്ചവരാണ് ഭാരതീയർ. മതത്തിന്റെ പേരിൽ രാജ്യത്തെ വീണ്ടും പലതായി വെട്ടിമുറിക്കാൻ കാത്തുനിൽക്കുന്ന കഴുകന്മാർക്ക് ആയുധമായി മാറരുത് പാകിസ്ഥാന്റെ പേരിലുള്ള അടയാളങ്ങളെന്നാണ് പൊതുജനങ്ങൾക്കും പറയാനുള്ളത്. പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം.